ടെലിഫിലിം നിർമ്മാതാവായി തുടക്കം, പിന്നീട് പ്രൊഡക്ഷൻ കൺട്രോളർ വരെ എത്തുന്ന ഒരു ജീവിതം. അതിനിടയിൽ പ്രൊഡക്ഷൻ മാനേജരാകുന്നു, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആകുന്നു, കൺട്രോളർ സ്ഥാനം കഴിഞ്ഞ് പിന്നീട് നിർമ്മാതാവും സിനിമാ താരവും ആകുന്നു. അങ്ങനെ ഒരു വലിയ വിശാലമായ യാത്ര. ആ യാത്രയ്ക്ക് ഉടമയാണ് ശ്രീ ബാദുഷ. നമസ്കാരം. നമസ്കാരം. ഈ സംവിധായകൻ്റെ കാര്യങ്ങൾ പൊതുവിൽ പബ്ലിക്കിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ അറിയാം. സംവിധായകൻ എന്ത് ചെയ്യുന്നു, ഛായാഗ്രാഹകൻ എന്ത് ചെയ്യുന്നു, സംഗീത സംവിധായകൻ, എഡിറ്റർ. പക്ഷെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ അത് പലർക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ ധാരണ പലർക്കും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് പൊതുവിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളായി വരുന്നത്? ശരിക്കും പറഞ്ഞാൽ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഉത്തരവാദപ്പെടേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം തിയേറ്ററിൽ പടം എത്തി അത് പ്രൊമോട്ട് ചെയ്ത് അത് തിയേറ്ററിൽ ഓടുന്നത് വരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്തൊക്കെ അവർ ഒരു പ്രൊജക്റ്റുമായിട്ട് ആദ്യം സമീപിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളായിരിക്കും. അല്ലെങ്കിൽ അവർ നേരെ ഒരു പ്രൊഡ്യൂസറെ സമീപിക്കുമ്പോൾ ആ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊഡക്ഷൻ കൺട്രോളെയാണ് അവർ തേടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളതും ഏറ്റവും കൂടുതൽ സിനിമ സംരക്ഷിക്കേണ്ടതിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ കാസ്റ്റിംഗ്, പലരും ചോദിക്കുന്നത് സിനിമാ താരങ്ങളെ കാസ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണോ അല്ലെങ്കിൽ സംവിധായകൻ അതിൽ എത്രമാത്രം റോളുണ്ട്, അത്തരം കാര്യം? അല്ലല്ല, അത് തീർച്ചയായിട്ടും സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമാണ് അവരുടെ കഥാപാത്രങ്ങൾ ആര് ചെയ്യണമെന്ന് അവരിങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഇവരെ നേരിട്ട് ബന്ധപ്പെടുന്നത് നമ്മളായിരിക്കും. നമ്മൾ വഴിയായിരിക്കും ഒരു സിനിമയിലോട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് ഇന്ന ആർട്ടിസ്റ്റ് വേണമെന്ന് ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തോ പറയുമ്പോൾ അയാളെ തേടി പിടിച്ച് കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രൊഡക്ഷൻ കൺട്രോളാണ്. അപ്പോൾ A to Z കാര്യങ്ങൾ നോക്കണമെന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം. നേരത്തെ ഞാൻ ഈ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ അതല്ലാതെ എന്തെങ്കിലും വിശേഷണം വേറെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ നിർമ്മാതാവ്, നടൻ അല്ല, ഞാൻ ആദ്യം വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും ഷിജു അരൂർ എന്നും പറഞ്ഞ ഒരു ഇപ്പോൾ സീരിയലിൽ ഏറ്റവും ഫെമിലിയറായ ഡയറക്ടറാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഈ കലാരംഗത്തോട്ട് വരുന്നത്. ഞങ്ങൾ ആ സമയം പോലെ ഈ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം ഒരു അഭിനയമോഹമായിട്ടാണ് ഞാൻ വരുന്നത്, അവൻ സംവിധാന മോഹമായിട്ട് വരുന്നു. പക്ഷെ ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് അഭിനയിക്കാനാണ് ആദ്യം വരുന്നത്. പക്ഷെ വന്നത് ഞാൻ അത് കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ടൂറിസത്തെ പറ്റി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് കിടക്കുന്നത്. അതിനുശേഷം ഞാൻ കുറേ ടെലിഫിലിംസ് ചെയ്തു. പിന്നെ കുറേ അന്നൊക്കെ ആൽബംസ്, ടെലിഫിലിംസ് എന്നൊക്കെ പറയുന്നതാണ് അന്നത്തെ സമയത്ത്. ഇന്നാണ് ഷോർട്ട് ഫിലിമായേക്കുന്നത്, അന്ന് ടെലിഫിലിമാണ്. ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്ത് പിന്നെ എത്ര വർഷം മുമ്പായിരുന്നത്? ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷമായി. അങ്ങനെ ടെലിഫിലിമും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിലോട്ട് കിടക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. ആ സിനിമയിലോട്ട് വരാനുള്ള കാരണക്കാരൻ KK ഹരിദാസ് എന്ന് പറഞ്ഞ നമ്മുടെ അനശ്വരനായ നമ്മൾ മരിച്ചുപോയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് ഞാൻ കയറി വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഹസീബ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഹസീബിൻ്റെ വർഗം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് മാറുന്നത്. വർഗം പൃഥ്വിരാജ്. ഈ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഷൂട്ടിംഗ് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ തരണം ചെയ്യണം. അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഷൂട്ട് ചെയ്യുന്നതിന് അത്ര പഴയതുപോലെ എളുപ്പമുള്ള കാര്യമല്ല, നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം. ഒരുപാട് സെക്രട്ടേറിയറ്റ് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉദാഹരണം പറയാം, 1 എന്ന് പറഞ്ഞ സിനിമ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ 1 എന്ന് പറഞ്ഞ സിനിമ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ആദ്യമായിട്ട് പെർമിഷൻ കിട്ടുന്ന സിനിമ 1 ആണ്. അതിനുശേഷം ഇന്നുവരെ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല. പഴയ സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണ് ആ സിനിമ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് നമ്മൾ കടമ്പകൾ കടക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പുറകെ നടന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ലൊക്കേഷൻ കിട്ടാനാണ് ശരി, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാനാണ് ശരി, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടെക്നീഷ്യൻ്റെ പറയുമ്പോഴൊക്കെ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. കുറേയൊക്കെ മനസ്സമാധാനം പോകുന്ന പരിപാടി കൂടെയാണ്. കാരണം ഇത് എല്ലാം അറേഞ്ചായി ചെയ്ത് വരുമ്പോഴത്തേക്കും ചില ആളുകൾ വന്നില്ലെങ്കിൽ, താരങ്ങൾ എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരുക്കങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ജോലിയാണ്. അതായത് മറ്റേ പപ്പോട്ടം മറ്റേ സിനിമയിൽ പറഞ്ഞ ഇപ്പം വരും അല്ലെങ്കിൽ ഇപ്പം ശരിയാവും എന്ന് പറയുന്ന ജോലിയാണ് ഞങ്ങളത്. എല്ലാവരും അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തേണ്ടി വരും അല്ലേ? എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾ പിന്നെ
പല തരക്കാരായിരിക്കും താരങ്ങളൊക്കെ ആകുമ്പോൾ. അതായത് ഒരു സെറ്റിലൊരു 150 പേര് അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവക്കാരായിരിക്കും. ഈ 100 പേരെയും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു തസ്തികയാണ് ഞങ്ങളുടേത്. ഈ ഇത്രയും പേരെ ഒരു കുഴപ്പമില്ല. ഇപ്പം ഡയറക്ടർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം, പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതെല്ലാം ചെയ്യേണ്ടതാണ് പ്രൊഡക്ഷൻ കൺട്രോൾ. ഒരു സംശയമാണ്, കാരണം ഡയറക്ടർക്ക് പ്രൊഡ്യൂസർ ശമ്പളം കൊടുക്കുന്നു, താരത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ചില വിവാദങ്ങൾ ഉണ്ടായി വന്നപ്പോൾ പലരും ചോദിക്കുന്നത്, അങ്ങനെ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർക്ക് കാശ് കിട്ടാറില്ലേ, അപ്പോൾ താരങ്ങൾ എന്തിന് ഇവർക്ക് കാശ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യം. അല്ലല്ല, അത് ഇപ്പോഴും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അത് ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ അയാൾക്ക് വർക്ക് വാങ്ങിച്ചു കൊടുക്കുക, ആ സിനിമയിൽ അയാൾ കൃത്യസമയത്ത് എത്തിക്കുക, അയാൾക്ക് ശമ്പളം കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ജോലിയും രണ്ടും രണ്ടാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊഡ്യൂസറെ കൂടി ആ സിനിമയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പ്രൊഡക്ഷൻ കൺട്രോളിലേക്ക് ശമ്പളം തരും. ഇപ്പോൾ ഈ റീസെൻ്റ് നടന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കേസിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായി ചെയ്യുന്ന സിനിമയിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത വർക്കുകൾക്ക് പുള്ളി ശമ്പളം തന്നിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. അതായത് അദ്ദേഹത്തിന്റെ മാനേജറായി ജോലി ചെയ്യുമ്പോൾ അതിന് തന്നിട്ടില്ല. കാര്യം ഞാൻ അദ്ദേഹത്തിന് നിയമമല്ലോ 76 സിനിമ ചെയ്തു കൊടുത്തെങ്കിൽ 16 പടവേ കൂടെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി അയാളെ കൃത്യമായിട്ട് ലൊക്കേഷനിൽ എത്തിക്കുക, കൃത്യമായിട്ട് അയാളുടെ ഡേറ്റ് വാങ്ങിച്ച് കൈകാര്യം ചെയ്യുക, കൃത്യമായിട്ട് അതിൻ്റെ ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക. അതായത് ഏറ്റവും വലിയ പാടാണ് കൃത്യമായിട്ട് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുവരെയും കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് ശരിക്കും പറയാനുള്ള ആർട്ടിസ്റ്റിൻ്റെ മാനേജറുടെ ഡ്യൂട്ടി. ഇതുവരെ വന്ന കാര്യങ്ങളുണ്ടല്ലോ, പക്ഷേ താങ്കൾ പറയുന്നുണ്ട് കുറച്ചുകൂടി അതിനകത്ത് ക്ലാരിറ്റി വരാനുണ്ട് പല കാര്യങ്ങളിലും. അതെന്തായിരുന്നു സംഭവം, എന്താണ് ഇനി അല്ല അത് ഇനിയിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സിനിമയെ പറ്റി അറിയാത്ത ആൾക്കാരാണ് ഇതിനിടയിൽ വന്നിട്ട് എന്നെ ചീത്ത പറയുന്നതും എൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ ചീത്ത പറയുന്നതെല്ലാം സിനിമ എന്താണെന്നും സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ ഇതിനിടയിൽ ഞാൻ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടെ നല്ലൊരു PR വർക്ക് കിടക്കുന്ന കാര്യം. അതിന് ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ പേജിൻ്റെ ഇടയിൽ വരുന്ന ബട്ട് കാശ് എന്ന് പറഞ്ഞ് വരുന്ന മെസ്സേജുകൾ. നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ 2 ഫോളോവേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേജിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചോദിക്കുന്നത്, അതായത് ഒരു പടം ഇടുന്നു, ഇപ്പോൾ താങ്കളുടെ പേജിൽ ഒരു പടം വരുമ്പോഴത്തേക്കും ആദ്യത്തെ കമന്റ് നല്ല ചിത്രമാണ്, നല്ലത്, പക്ഷെ ബട്ട് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും ക്യാമ്പയിൻ അല്ലേ? ഇത് ഞാനിപ്പോൾ ആ മൈൻഡൊക്കെ വിട്ടല്ലോ. ആദ്യം ഒരുപാട് വിഷമം വന്നു, ഇപ്പം ഞാനത് ചിരിച്ച് കാണുന്നതാണ്. വിഷമം തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? എനിക്ക് ഒരുപാട് വിഷമങ്ങൾ പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ അന്ന് എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും സമാധാനിപ്പിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക. ഇവർക്കൊക്കെ മറുപടി കൊടുക്കണം. എന്തെങ്കിലും ബോധവോ വിവരമുള്ളവന്മാരാണ് വന്നിട്ട് പറയുന്നത്. യാതൊരു ബന്ധമില്ലാത്ത ഇപ്പം സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 20 ലക്ഷം കൂടി 20 ലക്ഷം കൊടുക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എത്ര മേടിച്ചു, എത്ര കൊടുക്കാനുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന് തെളിവ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കമന്റ് എന്താണ്? അപ്പം അത് മൈൻഡിക്കാണ്ടിരിക്കാൻ. ഹരീഷ് തന്നെ ആദ്യം തുടക്കത്തിൽ ഈ ഒരു തുക പറയുന്നത് ഇത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അത് താങ്കൾ വാർത്താ സമ്മേളനം നടത്തി വളരെ ക്ലാരിറ്റി പറഞ്ഞതാണ്. പക്ഷെ എങ്കിലും ഒന്നുകൂടി ചോദിക്കുന്നു, അത് അങ്ങനെ ഒരു തുക ഉണ്ടോ? അത് ഇല്ല. അതിനല്ലേ ഞാൻ തെളിവ് തന്നത്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസയും ഞാൻ തിരിച്ചു കൊടുത്ത പൈസയും ഞാൻ തെളിവായിട്ട് കാണിച്ചിട്ടുണ്ട്. അയാൾ തെളിയിക്കാൻ പറ്റില്ല, അയാൾക്ക് ഇന്നുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അത് അയാൾ അങ്ങനെ ഒരു പൈസ അയാളുടെ ഞാൻ വാങ്ങിച്ചു അയാൾക്ക് തെളിയിക്കാൻ ഇന്നുവരെ പറ്റിയിട്ടുണ്ടോ? അതില്ല. അപ്പോൾ പിന്നെ അതിനകത്ത് യാതൊരു ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചർച്ചയെ വേണ്ട. ഞാൻ എൻ്റെ നിയമപരമായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അത്രയും സൗഹൃദത്തിൽ നിന്ന വ്യക്തി, അയാൾക്ക് പൈസ കിട്ടാണെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാതെ സോഷ്യൽ മീഡിയ വന്നിട്ടാണ് പറയുന്നത്. എനിക്ക് സിനിമ ഫീൽഡിൽ നിന്ന് ഒരുപാട് കാശ്, എനിക്ക് കോടികൾ കിട്ടാനുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ പേര് വന്ന് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ അവരെ വിളിച്ച് ചോദിക്കുക. കിട്ടില്ലെങ്കിൽ നിയമപരമായിട്ട് പോവുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ അയാൾ നടത്തിയിരിക്കുന്നത്. അത് നടത്താൻ ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പോലെ രേഖ എന്ന് പറഞ്ഞ നടിക്കുന്നതിന് നടക്കുന്ന ഒരു ഇത് സോഷ്യൽ മീഡിയ ആണോ എല്ലാവരുടെയും ജീവിതം തീരുമാനിക്കുന്നത്? രേഖ മുഖ്യമന്ത്രിക്ക് പരാതിയായിട്ടൊരു വീഡിയോ അതെ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. ആ സഹോദരീനെ പോലും വന്നിരുന്നിട്ട്
പച്ചക്ക് തെറി പറയല്ലേ, ഇവർ എന്ത് അറിഞ്ഞിട്ടാണ് എഴുതി തെറി പറയുന്നത്? ഒരാൾക്കാരുടെ ജീവിതം അവരുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ട അവരുടെ ആഗ്രഹമല്ല, അവരുടെ ഉത്തരവാദിത്വമല്ല, അവരുടെ തീരുമാനമല്ലേ. അതിന് സോഷ്യൽ മീഡിയയാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. താങ്കൾ പറയുന്നതാണെങ്കിൽ ഒരു 76 സിനിമ ഹരീഷിന് ചെയ്തു കൊടുത്തെങ്കിൽ അതൊരു ചെറിയ എണ്ണമല്ല, ചെറിയൊരു സംഖ്യയല്ല. അപ്പോൾ വലിയൊരു സഹായം ഹരീഷിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഹരീഷ് തിരിച്ച് ഉണ്ടായ പ്രതികരണം, അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടില്ല, എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഇത് വിളിച്ച് പറഞ്ഞു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പുള്ളി അതിനെതിരെ ഇന്നുവരെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നല്ല സൗഹൃദങ്ങൾ അങ്ങനെ ബ്രേക്കായി പോകുമ്പോൾ അതും ഒരു വിഷമം. അതൊക്കെ ഒരു വിഷമമാണ്. കാര്യം അത്ര സൗഹൃദമായിട്ട് നിന്നിരിക്കുന്ന വ്യക്തികൾ ആവശ്യമില്ലാതെ എന്തിനാണ് ചെയ്തതെന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും. ധർമ്മജൻ പറഞ്ഞത് ഹരീഷിനോട് പറഞ്ഞിരുന്നു, ഇത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ പൊടുന്നനെയാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിലായ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാവാം. അങ്ങനെ കരുതുന്നുണ്ടോ, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും പുള്ളിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിട്ടല്ല. കാര്യം ഇൻഡസ്ട്രിയിൽ പച്ചയായിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലൊന്നും പുള്ളി ഇപ്പം ഇല്ല. അപ്പോൾ ഇല്ലാതെ വരുമ്പോൾ ഏതൊരു വ്യക്തിയും പെട്ടെന്നൊന്ന് വീണ്ടും ഞാൻ ഇവിടേക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴത്തെ തലമുറയെ കാണിക്കാൻ വേണ്ടി പുള്ളി ചെയ്തതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഒരു തന്ത്രമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റാളുകൾ ഈ വിവാദം വന്നപ്പോൾ നിങ്ങളെ എന്നെ എല്ലാവരും വിളിച്ചു, ഒരുമാതിരിപ്പെട്ട ഇൻഡസ്ട്രിയിൽ എല്ലാവരും വിളിച്ചിട്ട് ഫുൾ സപ്പോർട്ടാണ് വന്നത്. കാര്യം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്താണെന്ന് ഇൻഡസ്ട്രിയിൽ മൊത്തം അറിയാം. അതിവിടുത്തെ നിർമ്മാതാക്കൾക്കാണെങ്കിലും സംവിധായകർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും എല്ലാവർക്കും, ആർട്ടിസ്റ്റുകൾക്ക് ഉൾപ്പെടെ അറിയാം ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്ന സഹായം എന്താണെന്നുള്ളത്. അത് മറന്നുകൊണ്ടാണ് ഇയാളെ, അതുകൊണ്ട് എല്ലാവരും ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു PR താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് ഈ ഹരീഷിന്റെ മാത്രം വിഷയത്തിൽ ഊന്നിയാണോ, അല്ലെങ്കിൽ കുറേ കാലങ്ങളായി മലയാള സിനിമയിൽ നടക്കുന്ന? അത് ഒരിക്കലും ഹരീഷിന്റെ മാത്രമെന്ന് ഞാൻ പറയില്ല. കാര്യം ഒന്നാമത്തെ കേസ്, എൻ്റെ സിനിമ ഇറങ്ങാൻ പോകുന്ന സമയത്താണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തതിന് ശേഷം ഈ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സിനിമ ഇപ്പോഴും മുടങ്ങി കിടക്കും. അതായത് സിനിമയ്ക്കകത്തു നിന്നുള്ള ചില പണികൾ, സിനിമയ്ക്കകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഉണ്ട്. ആ സിനിമയുടെ മേലിൽ മറ്റുള്ളവർക്ക് കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇതിനിടെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇയാൾക്ക് സപ്പോർട്ട് വിട്ടിട്ട് പിന്നെ അവരുടെ കയ്യിൽ നിന്നുള്ള ആൾക്കാരെല്ലാം കൂടിയാണ് ചെയ്യണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് സിനിമയ്ക്ക് പുറത്ത് കുറച്ച് പൊളിറ്റിക്സ് കൂടെ ഇപ്പോഴത്തെ വിവാദത്തിനുണ്ട് എന്നാണ് കരുതുന്നത്. അത് പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇങ്ങനെ പല സ്ഥലത്തു നിന്നായി കേൾക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള അംഗമാണെന്ന് അറിയാം. എന്താണ് വീണ്ടും ഒരു സജീവ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു? ഞാൻ ഉടനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ വാപ്പ എന്ന് പറയുന്നത് അരൂർ മണ്ഡലം പ്രസിഡന്റ്, അരൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ച് മരിച്ചൊരു വ്യക്തിയാണ് എൻ്റെ വാപ്പ. ഏറ്റവും ദീർഘകാലം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്ന് AK ആൻ്റണി സാറിനൊക്കെ അറിയാമെങ്കിൽ അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. ചന്ദ്രൂര് വെളുത്തുള്ളി സമരം എന്ന് പറഞ്ഞൊരു സമരം ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ആ നേതൃത്വത്തിൽ നിന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് ആയിരുന്ന AK ആൻ്റണി സാറിനെ ഉൾപ്പെടെ ഇവിടെ ആ ഒരു വിഷയത്തിൽ പങ്കാളിയാക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിനെ ഉൾപ്പെടെ പ്രശസ്തിയിലോട്ട് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് ഫാദർ. പക്ഷെ അത് കോൺഗ്രസ്സുകാർക്ക് പോലും പറയണമെന്നില്ല. ഞാൻ അങ്ങനെ ഒരു കോൺഗ്രസ് ഇതിൽ നിന്ന് വന്നാണ്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആലപ്പുഴ അന്ന് വയലാർ രവി സാറിൻ്റെ കൂടെ MK അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ ഞാനന്ന് യൂത്ത് കോൺഗ്രസ്സിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ എല്ലാവരും മറന്നുപോയി. നമ്മളിപ്പോൾ സിനിമയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ രാഷ്ട്രീയമെല്ലാം പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു ദേശീയ രാഷ്ട്രീയത്തിലോട്ട് ഞാൻ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. BJP ആണെന്ന് പറയാൻ അത് ഞാൻ ഇപ്പം ഒന്നും പറയുന്നില്ല. അതിനൊക്കെ എനിക്ക് കുറച്ച് സമയം വേണം. ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല, ഇപ്പം ചർച്ചകൾ മാത്രമേ ഉള്ളൂ. വാപ്പയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹത്തിന് തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമ തിയേറ്റർ ഫണ്ട്. വാപ്പയാണ് ചന്ദ്രൂരെ ഏറ്റവും ആദ്യമായിട്ട് തിയേറ്റർ തുടങ്ങുന്നത്. ചന്ദ്രൂർ സെലക്ട് എന്ന് പറഞ്ഞ തിയേറ്റർ. വാപ്പയുടെ തിയേറ്ററിൽ പോയിരുന്ന സിനിമയൊക്കെ കണ്ടാണ് എൻ്റെ മനസ്സിലും സിനിമ എന്ന് പറയുന്ന അതിലോട്ട് കയറാനൊരു പ്രചോദനം ഉണ്ടായിരുന്നു. സ്ട്രഗിൾ ഉണ്ടായിരുന്നു സിനിമയുടെ തുടക്കകാലത്തൊക്കെ, വലിയ സ്ട്രഗിൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഭീകര സ്ട്രഗിളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് എനിക്കിവിടെ കയറി പറ്റുമോ എന്ന് എനിക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞു, അതിനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് KK ഹരിദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ.
സി ബനീഫ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആദ്യത്തെ പടം പൃഥ്വിരാജാണ്. പിന്നീട് ഇങ്ങോട്ടൊക്കെ അല്ല, അതിന് മുമ്പ് പടങ്ങൾ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വരുന്നത് വർഗം എന്ന് പറയുന്ന സിനിമ. പിന്നീട് ഈ യുവതാരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് എല്ലാവരുമായിട്ട്. ഇപ്പോഴും വരുന്ന എല്ലാ തലമുറയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. വലിയ സ്വാധീനം ഉള്ള ഒരു പേരാണ് ബാദുഷ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു അണിയറ പ്രവർത്തകരിൽ വളരെ സ്വാധീനമുള്ളൊരു പേരാണ്. പക്ഷെ പൊടുന്നനെ ഒരു വിവാദത്തിലേക്ക് പോകുന്നു, അങ്ങനെ ചെന്ന് വീഴുന്നു. അപ്പോൾ ഒരു പേഴ്സണൽ ലൈഫ്, അതായത് നമ്മുടെ കുടുംബത്തിനെ അദ്ദേഹം പറഞ്ഞു വീട്ടുകാർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷേ ഇത് തരണം ചെയ്യുക എന്നുള്ളത് അത് എത്ര സമയം കൊണ്ട്, എത്ര കാലം കഴിഞ്ഞ്, അങ്ങനെയൊക്കെ ഉള്ളൊരു. ഞാൻ വിനോദ്, ഞാൻ പറയാം, ഞാൻ ഇത്രയും സിനിമകളെല്ലാം ചെയ്തു. ഞാനിപ്പോൾ ഈ പ്രൊഡ്യൂസറായതിനു ശേഷം എൻ്റെ സമയം മോശമാണ്. ഞാൻ ചെയ്ത കഴിഞ്ഞ പടങ്ങൾ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ 2 പടങ്ങൾ എനിക്ക് വൻ ഫ്ലോപ്പാണ്. ഞാൻ വലിയൊരു ബാധ്യതയിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഏകദേശം ആർക്കും എണ്ണിയാൽ തീരാൻ പറ്റാത്തൊരു ബാധ്യതയുടെ പുറത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ. ഞാൻ പ്രൊജക്റ്റുകളുണ്ട്. ഞാനിപ്പോൾ 6-7 ഇതിൻ്റെ ആ ഫയലിരിക്കുന്ന 6-7 പ്രൊജക്റ്റുകൾ, അടുത്ത പടങ്ങൾ ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ വരാൻ റെഡിയാണ്. റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിക്കാൻ ഞാൻ വരിയായിട്ട് പ്രൊജക്റ്റുകളുമായിട്ട് വരും. പക്ഷേ സിനിമയുടെ ഒരു ശീലമുണ്ട്, ഒരുത്തനൊന്ന് പരാജയപ്പെട്ടിരുന്നാൽ അവനെ ചവിട്ടിത്താത്താൻ വേണ്ടി ഈ ഇൻഡസ്ട്രി കണ്ണും പൂട്ടിക്കും. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ എന്നെ ചവിട്ടിത്താത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നെലിഞ്ഞിരിക്കുന്ന ആളാണ്. ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആകുന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ആ കാശ് നമ്മളൊരു അവധാനതയോടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആലോചിച്ച് അതിനകത്ത് നിക്ഷേപിക്കാത്തതിൻ്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ അല്ലല്ല, ഇപ്പം നമുക്ക് ഓരോ പടത്തിലോട്ടുള്ള വിശ്വാസമല്ലോ, സബ്ജക്റ്റിലോട്ടുള്ള വിശ്വാസം. ഞാനപ്പോൾ ആദ്യമായിട്ട് പ്രൊഡ്യൂസർ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. ബിപിൻ വിഷ്ണു എന്ന് പറഞ്ഞ 2 കലാകാരന്മാർ, അവന്മാർ വന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. അവർ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു പടമാണ്. ആ സിനിമ മോശമൊന്നും ഞാനിപ്പോഴും പറയില്ല. അവരെനിക്ക് തന്ന സിനിമ മോശമൊന്നും അവരെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. അത് നമ്മുടെ സമയദോഷം കൊണ്ടായിരിക്കും ആ പടം ഓടിയില്ല. പക്ഷെ നല്ല മനോഹരമായ സിനിമയാണ്. ഇന്ന് കണ്ടാലും ഇപ്പം OTT കണ്ടാലും ചാനലിൽ കണ്ടാലും ഏറ്റവും അധികം വിളിച്ച സിനിമയെ പറ്റി നല്ലതാണ്. പക്ഷെ അതൊന്നും തിയേറ്ററുകൾ പോയി കണ്ടില്ല. അത് സിനിമയുടെ ഇപ്പം ഈ സിനിമ ഇപ്പം ഈ 2 വിശ്വാസം കൊണ്ടാണ്. ഒന്ന് ഞാൻ പറയുന്നത്, നമ്മൾ പിന്നെ ആലോചിക്കാതെയുള്ള ഒരു നിക്ഷേപം ആയി പോയാലുണ്ടാകുന്ന കുഴപ്പവും, മറ്റൊന്ന് ഒരു ഈശ്വര വിശ്വാസം, ഈശ്വരാധീനം. നമ്മുടെ സമയം നല്ലതല്ല, ഇതിൽ ഏത് കാര്യമാണ് അങ്ങ് ഓൺ ചെയ്യുന്നത്. ആലോചിക്കാതെ പോയി ഞാൻ ചെയ്തു പോയൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് വോയിസ് ഓഫ് സത്യനാരായണ സിനിമ. അത് ഞാൻ വൻ പ്രതീക്ഷയോടുകൂടി പോയി ചെയ്തതാണ്. ആ സിനിമ എനിക്ക് വൻ ദുരന്തം സമ്മാനിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതെന്താ, എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കാൻ? നമ്മളെ പ്രതീക്ഷകളാണ്. അതിനു മുമ്പ് ആർട്ടിസ്റ്റിൻ്റെ പടത്തിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിന് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. ടെക്നീഷ്യന്മാരിലുള്ള വിശ്വാസം എല്ലാം കൊണ്ട് ഞാനൊരു ഒരുപാട് കാത്തിരുന്ന് ഹാപ്പിയായിട്ട് ചെയ്തൊരു സിനിമയാണ്. ദിലീപാണ്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ആ പടത്തിനെ ബാധിച്ചു. അതായത് അദ്ദേഹത്തിന് ഇന്നും ഇഷ്ടമാണ് എനിക്ക് അയാൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സമീപകാലത്ത് വന്ന കുറേ വിഷയങ്ങൾ, ഇപ്പോൾ ഈ 2ാമത്തെ പുള്ളിയുടെ ഇഷ്യൂ, ഇപ്പോൾ ഈ ബാലേന്ദ്രകുമാർ കൊണ്ടുവന്ന വിഷയങ്ങളൊക്കെ ആ സിനിമനെ ഗംഭീരമായിട്ട് ബാധിച്ചു. താങ്കൾ ആ വിഷയം ഓൺ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോഴും ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടു, ദിലീപിനെ കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ വിധി ശരിയല്ല, അല്ലെങ്കിൽ ആ വിധി ശരിയല്ല എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലേ ഉള്ളൂ. ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. ഈ സോഷ്യൽ മീഡിയക്കാർ പറയുന്നതാണോ കോടതി പറയുന്നതാണോ സത്യം? കോടതിയാണ് സത്യം. സോഷ്യൽ മീഡിയ വന്ന് ഓരോമാരെ വിളിച്ചു പോകുന്നതല്ല സത്യം. കോടതിയാണ് എടുക്കുന്ന തീരുമാനം. കോടതിയാളെ കുറ്റവിമുക്തനാക്കുന്നയാളും കുറ്റവിമുക്തം തന്നെയാണ്. ബിജു മേനോന്റെ ഒരു റീസെന്റ് ആയിട്ടുള്ള വിഷയം, അദ്ദേഹം ഈ പ്രൊമോഷൻ പരിപാടിക്ക് വരുന്നില്ല എന്നുള്ളൊരു കാരണം. 2 ചിത്രങ്ങളായി പൊതുവിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാത്ത ആളാണ് ബിജു മേനോൻ. താങ്കൾ അതിൽ എന്താണ് അങ്ങയുടെ നിലപാട്? കാരണം ഈ പ്രൊമോഷനൊരു നടൻ വരണമോ വേണ്ടയോ, എന്താണ്? നിർബന്ധമായിട്ടും പ്രൊമോഷൻ്റെ ആർട്ടിസ്റ്റിൽ വന്നു പറ്റുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാൻ ഉദാഹരണമുണ്ട്. ഏത് സിനിമ ഇറങ്ങുന്ന മുമ്പ് മമ്മൂക്കയിൽ ലാലേട്ടനും ഇറങ്ങും ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി. അവരെ ഇപ്പം അവരുടെ ഒരു മമ്മൂട്ടി പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊമോഷൻ പോലും നടത്തണ്ടല്ലോ. മോഹൻലാൽ പടം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ പോലും നടത്തണ്ടല്ലോ. പക്ഷെ അവർ ഉൾപ്പെടെ വരും പ്രൊമോഷന് വേണ്ടി. പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്? സിനിമ ജനങ്ങളിലോട്ട് എത്താൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പ്രൊമോഷന് വരേണ്ടടുത്ത് വന്നേ പറ്റുള്ളൂ.
ഇത് നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ എഗ്രിമെൻറ്റിലുള്ളതാണ്. ഞാൻ ആ പടത്തിൻ്റെ പ്രൊമോഷൻ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞാൽ ഇവർ ഒപ്പിട്ട് തരുന്ന എഗ്രിമെൻറ്റുള്ളതാണ്. ഇവർക്ക് മാത്രമല്ല സുഹൃത്ത്, ഒരാളുടെ സിനിമ ഇപ്പം അയാൾ അഭിനയിച്ച സിനിമ ഓടണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? ഈ പടം ഓടിയില്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് കാശ് പോയി, ഓടിയാൽ ഇവർക്കല്ലേ പേര് പ്രശസ്തി കിട്ടുന്നത്. നാളെ ഇന്ന് വാങ്ങിച്ച ശമ്പളം കൂട്ടുവാണ് അവർ. നാളെ അടുത്ത ദിവസം അടുത്ത പടം ഇറങ്ങും, പിന്നെ അടുത്ത പടത്തിന് വഹിക്കുമ്പോൾ അതിൻ്റെ പടം ഓടിയില്ല, എനിക്ക് ഈ പടത്തിന് ഇത്ര കാശ് വേണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടുക. ഈ പടം പൊട്ടി ആ പ്രൊഡ്യൂസർ താഴെ പോയെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ പ്രൊമോഷന് പോയേ പറ്റുള്ളൂ. അനൂപ് കണ്ണൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഇദ്ദേഹം ചെല്ലാത്തതുകൊണ്ട് അയാൾക്ക് 25 ലക്ഷം രൂപ നഷ്ടമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയില്ല, അത് ചെയ്യേണ്ടത്. ഈ സമയത്തിന് സെറ്റിലെത്താതിരിക്കുക, നേരത്തേക്ക് യുവതാരങ്ങൾക്കെതിരെ ഉൾപ്പെടെ അത്തരം ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇത് ഒരു വലിയ പ്രശ്നം സിനിമയ്ക്ക് സൃഷ്ടിക്കുന്നുണ്ടോ? സമയത്തിന് ലൊക്കേഷനിലെത്താത്തതും മറ്റുള്ള പ്രശ്നങ്ങളും ഇപ്പോഴും സെറ്റിലുണ്ട്. അത് പക്ഷേ മെയിൻ നടന്മാരെ കൊണ്ടല്ല, സഹതാരങ്ങളെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ആ പ്രശ്നം തീർന്നിട്ടില്ല. അത് ഒരു കാലത്തും തീരില്ല. ഇതൊന്നും തുറന്നു പറയാൻ ആരും തയ്യാറാകില്ല. ആരും തയ്യാറാകില്ല. കാര്യം ഇവർ ഈ പടമല്ലെങ്കിൽ അടുത്ത പടത്തിൽ ഇവർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇവരാരും ഒന്നും തുറന്നു പറയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും സെറ്റുണ്ട്. മറ്റൊന്ന് സെറ്റിലെ പ്രധാന നടന്മാരൊക്കെ അവർ പറയുന്ന സമയത്ത് വരും, ബാക്കിയുള്ള നടന്മാരൊന്നും ചില സമയത്തൊക്കെ തെറ്റിക്കാറുണ്ട്. അത് മൊത്തം ആൾക്കാരല്ല, ചില വിഭാഗങ്ങൾ അതിനകത്ത് രണ്ടെങ്കിലും പിടിച്ചിറങ്ങുന്ന ആൾക്കാർ. ഈ ലഹരി ഉപയോഗം സിനിമയിൽ അതും വലിയ ചർച്ചകൾ, എക്സൈസിൻ്റെ റെയ്ഡ്, പോലീസിൻ്റെ റെയ്ഡ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പലപ്പോഴും. താങ്കളുടെ അനുഭവത്തിൽ എന്താണത്? എൻ്റെ അനുഭവത്തിൽ എൻ്റെ സെറ്റൊന്നും ഒരു ലഹരി ഉപയോഗമില്ല. റൂമിൽ പോയിട്ട് ഇവരെന്ത് വേണം ചെയ്തോട്ടെ, ലൊക്കേഷനിൽ പറ്റില്ല. അത് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്തും ഇപ്പോഴും എപ്പോഴും ഉള്ള കർശന നിർദ്ദേശമാണ്. ലഹരി ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റും? ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് എന്തുകൊണ്ടും ചെയ്തു. ലഹരി ഉപയോഗം എന്നത് മാത്രമല്ല, ഇപ്പോൾ പല താരങ്ങളെക്കുറിച്ചും പറയുന്ന അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ പിടികൂടുന്നത് കഞ്ചാവ് റൂമിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ MDMA, അങ്ങനെയൊക്കെ താരങ്ങളുടെ ലൈഫ് വേറെ ഏതോ ട്രാക്കിലൂടെ പോകുന്നു എന്നുള്ളൊരു എല്ലാവരുടെയും അല്ല, കുറച്ച് പേരെ. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് ഇതില്ലാത്തത്? ഏറ്റവും കൂടുതൽ നിർത്തുന്ന IT മേഖലയിലാണ് നടക്കുന്നത്. ഇന്ന് വരെ വാർത്തയാവുന്നുണ്ടോ? സിനിമാക്കാരെന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ മുമ്പിലുള്ള വ്യക്തികളായതുകൊണ്ട്, അവർ ഓൾറെഡി സെലിബ്രിറ്റികളായതുകൊണ്ട് ഇവരെ പറ്റി മാത്രമേ ന്യൂസ് വരുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ പല വഴിക്ക് കിടക്കുന്നു, പല കാര്യങ്ങളൊക്കെ നടക്കുന്നു. യുവതലമുറയെ സ്വാധീനിക്കുന്നത് സിനിമാക്കാരാണ്, ചലച്ചിത്ര താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്നത് ഒരു ജീവിതത്തിൽ വെച്ച് പുലർത്തേണ്ടതല്ലേ? മറ്റുള്ളവരെ പോലെ നമുക്ക് കാണാൻ പറ്റുമോ സിനിമാക്കാരെ? അല്ലേ, സിനിമാക്കാർ സെലിബ്രിറ്റികളാണ്, സിനിമാക്കാർ ആൾക്കാരുടെ മനസ്സിലുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്നും അവരുടെ പേര് വരുന്ന രീതിയിൽ ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായം. ചെയ്തോട്ടെ, നാളെ വിളിച്ചിട്ട് ഇന്നാളെ ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് വരുന്നതിനേക്കാളും അത് ന്യൂസ് വരാതെ അവർ ചെയ്തു പോകണമെന്നുള്ളത്. ഏതായാലും അവരൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത പ്രചരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണ്. താങ്കൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരു, അതായത് മിനിഞ്ഞാന്ന് എന്നെ പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് വരെ വിളിക്കുക. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് പറ്റി. ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം കൂടെ നടക്കുകയുള്ളൂ. ഇതിനെ വെച്ചിട്ട് എന്നെ കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുന്നു, പിന്നെ ഇവിടെ മരട് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും പറഞ്ഞ് ന്യൂസ് ഇറങ്ങിയേക്കും. ഞാൻ ആയിട്ടുമില്ല. പിന്നെ എന്നെ രാവിലെ ഏൽപ്പിച്ചിട്ട് സിനിമാക്കാർ പലരും വിളിക്കുന്നു, പത്രക്കാർ വിളിക്കുന്നു, ചാനലുകാർ വിളിക്കുന്നു. ഇത് എന്തിനാന്ന് എനിക്കറിയാം. 2 ആഴ്ച മുമ്പ് അതിലും വലിയ ന്യൂസ് ഇറങ്ങി. എന്നെ ഒരു പെണ്ണിനെയും കൂടി അതോ ലോഡ്ജിൽ തന്നെ ഭാര്യ വന്ന് പൊക്കിയെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. ഞാനും എൻ്റെ ഭാര്യയും കൂടി എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ വരുന്ന കോട് എൻ്റെ ഭാര്യയ്ക്കാണ് കോട് വരുന്നത്. ഇയാളെ ഇന്നലെ പൊക്കിയെന്ന് ചോദിച്ചിട്ട് ഇത് എന്ത് വർത്തനയ്ക്ക് വരുന്നത്? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ ആരാണ്? അങ്ങനെ ഞാൻ ചോദിച്ചത്, ഇവിടെ കോടതിയാണോ, നിയമമാണോ, അതോ സോഷ്യൽ മീഡിയ ആണോ ഒരുത്തൻ്റെ കാര്യം തീരുമാനിക്കണം? എന്തായാലും വലിയ വേദന ഉണ്ട്. അത് തരണം ചെയ്യാനുള്ള മനക്കരുത്ത് കാണിക്കുന്നുണ്ട്. ചില ഫിനാൻഷ്യൽ പ്രോബ്ലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ മാറട്ടെ. ഹരീഷുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു ഞങ്ങൾ. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾക്കിടയിലെ തർക്കങ്ങൾ ഞങ്ങളും ഇഷ്ടപ്പെടുന്നില്ല.
ഏതായിരുന്നാലും ഇത്രയും സമയം സംസാരിച്ചു. അല്ല, എല്ലാം നല്ലതിനാണെന്നും എല്ലാം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വരുന്നതും വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ലതിനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അത് ആ പ്രാർത്ഥനയോട് പിന്നെ ജീവിക്കുന്ന വ്യക്തി. അതുകൊണ്ട് പിന്നെ എനിക്ക് ടെൻഷനൊന്നുമില്ല. പിന്നെ മക്കൾക്കും കുടുംബത്തിനൊക്കെ കുറേ വിഷമങ്ങളുണ്ടാവും. അവരുടെ വിഷമമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ് മാറ്റി അവരൊക്കെ ഹാപ്പി ആയിട്ട് ഇപ്പം മോൻ കോളേജിൽ പോകാൻ തുടങ്ങി. അവരവരുടെ ഡെയിലി ഇതിലോട്ട് ഞാൻ വിട്ടു കഴിഞ്ഞു. കാര്യം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവർ ഈ പറയുന്ന തെറിക്ക് അല്ലെങ്കിൽ ഇവർ വന്ന് കാണിക്കുന്ന കാര്യത്തിന് ഇവരൊന്നും അറിയാതെയാണ് ഓരോ. ഇപ്പം വിനോദിനാണെങ്കിൽ ഒരു വിഷയം വന്നാൽ വിനോദിൻ്റെ പേജിൽ വന്നിട്ട് സത്യാവസ്ഥ അറിയാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതെല്ലാം മനസ്സിലാക്കി കൊടുത്ത് സോഷ്യൽ മീഡിയ ഒന്നും തരി പറയുന്ന ഒന്നും മൈൻഡ്. സോഷ്യൽ മീഡിയ മറന്നേക്ക്. ഒരു 10 വർഷം മുമ്പുള്ള കേരളമായിട്ട് ജീവിക്കും. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, ചാനലുകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഇത്രയും വൃത്തിയായിട്ട കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ, അതായത് എന്നോട് മലയാള സിനിമയുടെ ഏറ്റവും വലിയ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തന്തയില്ലാത്ത ചാനലാണ് സോഷ്യൽ മീഡിയ. ആ തന്തയില്ലാത്തവന്മാരെ എന്തുകൊണ്ടെങ്കിലും കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊട്ടിൻ്റെ മുമ്പ്. ഏതായാലും വളരെ സന്തോഷം ഇത്ര നേരം സംസാരിച്ചതിന്. സ്ഥാനാർത്ഥിയാകാൻ കഴിയട്ടെ എന്നുകൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.